ഹലോ, ഞങ്ങൾ സജീവമായ ഒരു വായ്പ എൻട്രി നടത്തിയിട്ടുണ്ട്. അഭിമാൻ, മഹിള, ഗ്രാം, ശാന്തത്തിൽ ഞങ്ങൾ പുതിയ വായ്പ വിതരണം നടത്തി. കടം തിരിച്ചടവ്. ഞങ്ങളുടെ CLF മറ്റ് CLFൽ നിന്ന് ഒരു വായ്പയും എടുത്തിട്ടില്ല, അതിനാൽ കടം തിരിച്ചടവിൽ പ്രവേശനമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മറ്റ് CLFൽ നിന്നോ മറ്റ് സ്ഥാപനത്തിൽ നിന്നോ മറ്റു വകുപ്പിൽ നിന്നോ നമ്മൾ എന്തെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ബാങ്കുകളിൽ നിന്ന് എന്തെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇവിടെ കാണും. നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ തിരിച്ചടക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ഒരു വായ്പയും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി ഇടാത്തത്. നമ്മൾ ഫണ്ട് ഡിസ്ബേഴ്സ്മെന്റ് ടാബിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ SHG, WO, അതർ CLF, PG ഓപ്ഷനുകൾ ഇവിടെ ദൃശ്യമാകും. ഇവിടെ ആർക്കാണ് ഫണ്ട് വിതരണം ചെയ്തതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഞാൻ WO തിരഞ്ഞെടുത്തു. ഞാൻ WO തിരഞ്ഞെടുത്ത ഉടനെ നമ്മുടെ മുന്നിൽ ഒരു പേജുണ്ട്. അതിൽ നമുക്കൊരു വരി ചേർക്കേണ്ടതുണ്ട്. വരി ചേർത്തതിനുശേഷം നിങ്ങൾ WO തിരഞ്ഞെടുക്കും. നമുക്ക് ഉജ്ജ്വൽ മഹിളാ ഗ്രാമ സംഗതൻ എന്ന് കരുതാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ലഭിക്കും, റിവോൾവിംഗ് ഫണ്ട് ഗിവൻ ടു WO ഓർ SHG. നമ്മൾ അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് റിവോൾവിംഗ് ഫണ്ട് SHGക്കും നൽകാം. ഞങ്ങൾ പരിശീലന, ശേഷി വികസന ഫണ്ട് എടുക്കുന്നു. അത് മുൻകൂറായി ചില WOക്കൾക്ക് നൽകുന്നു. പണമടയ്ക്കുന്നു. 10,000 രൂപ ഞങ്ങൾ സ്വീകരിച്ചു. CLFലെ മിക്ക എൻട്രികളും ബാങ്ക് വഴി മാത്രമാണ് നടത്തുന്നതിനാൽ പണമടക്കൽ രീതി ബാങ്ക് വഴിയായിരിക്കും. അതിനാൽ ചെക്ക് നമ്പർ നൽകിയ ശേഷം ഞങ്ങൾ ചെക്ക് ഇഷ്യൂ തീയതി നൽകണം. ചെക്ക് ഇഷ്യൂ തീയതി നൽകിയ ശേഷം ഞങ്ങൾ പരിവർത്തന തീയതി നൽകും. ബാങ്ക് തിരഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ എൻട്രി സേവ് ചെയ്യുന്നു. നമ്മുടെ എൻട്രി സേവ് ചെയ്യപ്പെടുകയും എൻട്രി സമർപ്പിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം മറ്റ് പണമടക്കലുണ്ട്. നിങ്ങൾ മറ്റ് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ SHG അക്കോ, വ്യൂവർക്കോ, മറ്റ് സ്ഥാപനത്തിനോ വകുപ്പിനോ അതോ മറ്റുള്ളവർക്കോ മറ്റേതെങ്കിലും പേയ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കും. അതുപോലെ മറ്റ് പേയ്മെന്റുകൾ നടത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ WO തിരഞ്ഞെടുക്കും. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോകേണ്ടിവന്നാൽ നിങ്ങൾ അവിടെ പോകും. ഞാൻ നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനുകൾ ഒരിക്കൽ കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾ ഒരു വരി ചേർക്കേണ്ടതുണ്ട്. നിങ്ങൾ വരി ചേർത്താലുടൻ നിങ്ങൾ പണം നൽകുന്നയാൾക്ക് പെയ്ഡ് എന്നതിൽ പേരെഴുതാം. ഞാൻ കവിത PRPയെ തിരഞ്ഞെടുത്തു. അവർക്ക് കേഡർ പേയ്മെന്റ് നൽകുന്നു. അവർക്ക് പണമായി 5,000 രൂപ നൽകും. ഈ പേയ്മെന്റ് രീതിയിൽ പണം ലഭിക്കും. തീയതി തിരഞ്ഞെടുത്താലുടൻ നിങ്ങൾക്ക് എൻട്രി പണമായി ചേർക്കാൻ കഴിയും. നമ്മൾ വിശദാംശങ്ങൾ സേവ് ചെയ്യും. ഈ രീതിയിൽ നമ്മുടെ വിശദാംശങ്ങൾ സേവ് ചെയ്യപ്പെടും. ഈ രീതിയിൽ നിങ്ങൾക്ക് മറ്റ് പേയ്മെന്റുകൾ നടത്താം. എല്ലാ പേയ്മെന്റ് എൻട്രികളും ഇതുപോലെയായിരിക്കും. നന്ദി.